പല മഹാന്മാരിൽ നിന്നും പല മശായിഖന്മാരിൽ നിന്നും നാം അറിയപ്പെട്ടിട്ടുള്ള നിയമസംഹിതകൾക്ക് എന്ന് പറഞ്ഞ ശരീഅത്ത് അതിനെതിരായി പലതും വന്നിട്ടുണ്ടല്ലോ എന്ന്. അതാണ് നാം മനസ്സിലാക്കേണ്ടത്. പ്രിയമുള്ളവരെ, അള്ളാഹുവിനും റസൂലിനും വഴിപ്പെടുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ ഓരോരുത്തരുടെയും ഇൽമ് അനുസരിച്ചാണ്. നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ അല്ല. അള്ളാഹുവിനും റസൂലിനും വഴിപ്പെടൽ അവർക്ക് നൽകപ്പെട്ട അറിവനുസരിച്ചാണ് അവർ വഴിപ്പെടുന്നത്. അള്ളാഹുവിനും റസൂലിനും വഴിപ്പെടാതെ ഒരു മഹാനായിട്ടില്ല, മഹാനാവുകയുമില്ല. ഒരു സെക്കൻഡ് പോലും, 24 മണിക്കൂറിൽ ഒരു സെക്കൻഡ് പോലും അവർ അള്ളാഹുവിന് വഴിപ്പെടാതിരിക്കുകയുമില്ല. അവരിൽ നിന്ന് നാം കണ്ടതൊക്കെയോ, അവരിൽ നാം കണ്ടതെല്ലാം നമ്മുടെ അറിവ് കുറവുകളാണ്. നമുക്കതിനെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. അവർ ചെയ്തതെല്ലാം ശരിയാണ്. അതുകൊണ്ടല്ലേ സയ്യിദുനാ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഖദർ അലൈഹിസ്സലാമിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വിട്ടത്. ചരിത്രമല്ലേ? പരിശുദ്ധ ഖുർആൻ അൽ കഹ്ഫ് സൂറത്തിലൂടെ ഇത് വ്യക്തമായി പഠിപ്പിക്കുകയല്ലേ നമ്മെ ചെയ്തത്. ഖദർ അലൈഹിസ്സലാമിന്റെ ചരിത്രം അല്ലാഹു അല്ലേ ഖുർആനിൽ പറഞ്ഞത്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് നൽകപ്പെട്ട അറിവനുസരിച്ച് അത് തെറ്റായിരുന്നു. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം മനസ്സിലാക്കിയതനുസരിച്ച് തെറ്റാണ്. പ്രത്യക്ഷമായ അറിവനുസരിച്ച് തെറ്റാണത്. പക്ഷേ ഖദർ അലൈഹിസ്സലാമിന് നൽകപ്പെട്ട അറിവനുസരിച്ച് അത് തെറ്റല്ല. കുട്ടിയെ കൊന്നത് ഖിദർ ആകയാൽ അത് ശരി തന്നെ. കുട്ടിയെ നമ്മൾ കൊന്ന തെറ്റാ, ഖിദർ കൊന്നാലോ അത് ശരിയാ. അങ്ങനെ നിയമം മനസ്സിലാക്കേണ്ടത്. ഞാൻ പറഞ്ഞതല്ലല്ലോ, അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞതല്ലേ, പരിശുദ്ധ ഖുർആൻ പറഞ്ഞതല്ലേ. നിഷേധിക്കാൻ സാധിക്കുമോ?